ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നല്ലാഹ കരിഹ ലക്കും ഖീല വഖാല വകസ്റത സുആലി വഇളഅത്തുൽ മാലി. റവാഹുൽ ബുഖാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ അല്ലാഹു വെറുത്തിരിക്കുകയാണ്. പ്രവാചകൻ ഈ 3 കാര്യം പറയുമ്പോൾ അതിന്റെ ആമുഖം തന്നെ എങ്ങനെയാണ് പറയുന്നത്? അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളാണ് ഈ 3 എണ്ണവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. പടച്ചവനോടൊരു കാര്യത്തോട് വെറുപ്പാണെങ്കിൽ ആ കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. എന്നിട്ട് പ്രവാചകൻ എണ്ണി പറഞ്ഞു, 1 ഖീല വഖാല, ഖീലയും കാലയുമാണ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുക. അവിടെ നിന്ന് കേട്ടു, ഇവിടെ പറയുന്നത് കേട്ടു, ഇങ്ങനെ പറഞ്ഞിട്ട് ആര് പറഞ്ഞു എന്നറിയില്ല, എപ്പോൾ പറഞ്ഞു എന്നറിയില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സംസാരങ്ങളിൽ അധികവും അങ്ങനെ തന്നെയാണ്, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ. ആ കാര്യം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ സംസാരത്തിൽ മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ഇത്തരം കാര്യങ്ങളുണ്ട്. കിട്ടുന്നതൊക്കെ ഫോർവേഡ് ചെയ്യും. ആരോ പടച്ചുണ്ടാക്കി വിട്ട മെസ്സേജുകളായിരിക്കും, അതിനൊന്നും അടിസ്ഥാനം ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഉടനെ നമ്മൾ ഫോർവേഡ് ചെയ്യാണ്. ഇത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. അടിസ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രം പറയുക, അത് മാത്രം ഫോർവേഡ് ചെയ്യുക. നമ്മുടെ കേൾവി, കാഴ്ച, ഇതിനെക്കുറിച്ചെല്ലാം അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് കൃത്യമായി ബോധ്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചൊരു വിശ്വാസിയായ മനുഷ്യന് സംസാരിക്കാൻ പാടില്ല, അടിസ്ഥാനം ഉണ്ടാകണം. രണ്ടാമത്തെ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യം കസ്റത്തു സുആൽ, അധികമായി ചോദിക്കുക, ധാരാളം ചോദ്യം ചോദിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. പക്ഷെ ഇതിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, ചോദിക്കപ്പെടുന്ന ആളെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുക. അയാൾക്ക് ആ കാര്യം അറിയാവുന്ന അറിയാൻ വേണ്ടി ചോദിക്കുക. അതുപോലെ തർക്കത്തിന് വേണ്ടി ചോദിക്കുക. ഇത്തരം ചോദ്യങ്ങൾ അള്ളാഹുവിന് വെറുപ്പാണ്. വിശ്വാസം പറയുന്നുണ്ട്, നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാൻ കാരണം ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടാണ്. ബനി ഇസ്രായേലികൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. അവർ അമ്പിയാക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യമാണ് അവരെ നശിപ്പിച്ച് കളഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ ഒരു വിഷയം പഠിക്കുന്നുണ്ട്. ഒരു പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞ സംഭവം. ബനി ഇസ്രായേലിൽ ഒരു കൊലപാതകം നടന്നു. അപ്പോൾ മൂസാ നബി അവരോട് പറഞ്ഞു, നിങ്ങൾ ആ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി ഒരു പശുവിനെ അറുത്തിട്ട് അതിന്റെ വാലുകൊണ്ട് ആ മയ്യത്തിനെ അടിച്ചാൽ മതി. അപ്പൊ മയ്യത്ത് എഴുന്നേറ്റൊന്ന് ആരാണ് എന്നെ കൊന്നതെന്ന് പറഞ്ഞു തരും. ഇത് പറഞ്ഞപ്പോൾ അവര് ചോദിച്ചു, ഏത് പശുവിനാണ് അറക്കേണ്ടത്, അതിന്റെ നിറം എന്താണ്, അതിന്റെ വയസ്സ് എത്രയാണ്, അതിന്റെ വലിപ്പം എത്രയാണ്, ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചു. അവസാനം അവർക്ക് ആ പശുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടായി. അള്ളാഹു ഓരോ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അതിന്റെ വലിപ്പവും നിറവും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവസാനം അങ്ങനെയുള്ള പശുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടായി. അന്വേഷിച്ച് നടന്ന അവസാനം കണ്ടെത്തി. അവിടെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു, അത്രയേ ഉള്ളൂ പടച്ചോന്റെ ഉദ്ദേശം. പക്ഷെ അത് കൂടുതൽ വിശദീകരിച്ച് ചോദിക്കാൻ നിന്നപ്പോൾ അള്ളാഹു തആല കൂടുതൽ കുടുസാക്കി കൊണ്ടുവന്നു. അങ്ങനെ ചോദിക്കരുത്. ഹജ്ജ് നിർബന്ധമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, എല്ലാ വർഷവും നിർബന്ധമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ എന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാകും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അതങ്ങ് അനുസരിച്ചാൽ മതി. അതിന് കൂടുതൽ ഇത്തരം വിശദീകരണങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ അത് കുടുസാക്കാൻ നിൽക്കരുത്. ഞാൻ ആണെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാകും. അതുകൊണ്ട് ആ ചോദ്യത്തെ പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അറിയാനും പഠിക്കാനും വേണ്ടി ചോദിക്കണം. തർക്കിക്കാൻ വേണ്ടിയും ചോദിക്കപ്പെടുന്ന ആളെ പരീക്ഷിക്കാൻ വേണ്ടിയും ഒന്നും ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. പടച്ചോന് ഇഷ്ടമുള്ള കാര്യമല്ല. മൂന്നാമത് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യം ഇളഅത്തുൽ മാല്, സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുക. നമ്മുടെ സമ്പത്താണെങ്കിൽ പോലും അത് ദുർവിനിയോഗം ചെയ്യുന്ന പടച്ചോന് ഇഷ്ടമല്ല. ദുർവിനിയോഗം 2 രീതിയിലുണ്ട്. ഒന്ന് ഹറാമിലുള്ള ഉപയോഗം. ഏതൊരു ഹറാമായ കാര്യത്തിന് സമ്പത്ത് ഉപയോഗിക്കുന്നതും ദുർവിനിയോഗമാണ്, തെറ്റാണ്. ഇനി ഹലാലിലാണെങ്കിൽ തന്നെ പരിധി വിട്ട് ഉപയോഗിക്കുക. നമ്മൾക്ക് ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, പാർപ്പിടത്തിന്, വാഹനത്തിനൊക്കെ പൈസ ആവശ്യമുണ്ട്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ദൂർത്താണ്, ഇളഅത്തുൽ മാലാണ്, സമ്പത്ത് ദുർവിനിയോഗം ചെയ്യലാണ്. അത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല. സമ്പത്ത് എന്നുള്ളത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. ഒരു പൈസ പോലും അനാവശ്യമായി ദൂർത്തടിച്ച് ചെലവഴിക്കുന്ന പടച്ചമ്പുരാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. ജീവിതത്തിൽ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.